എന്നാൽ എനിക്ക് ദൈവം തന്നിരിക്കുന്ന സന്ദേശം അത് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അല്പം ഒരു വേദനയൊക്കെ തോന്നിയേക്കാം. ഇങ്ങനെ എൻകൗണ്ടർ ഉണ്ടോ എന്ന്. നാം നെഗ്ലക്റ്റ് ചെയ്യുന്ന പല എൻകൗണ്ടറുകളും ഉണ്ട്. അല്ല, അറിഞ്ഞോ അറിയാതെയോ വി ആർ സൈലൻസിങ് ഓർ സൈഡ് ലൈനിങ് മെനി ഓഫ് ഗോഡ്സ് എൻകൗണ്ടർ വിത്ത് അസ്. ദൈവം നമ്മോട് ഇടപെടുന്നത് ദൈവമാണ് ഇടപെടുന്നതെന്ന് മനസ്സിലാക്കാതെ നാം മാറ്റിവെക്കുന്ന ചില എൻകൗണ്ടറുകളുണ്ട്. അത് ഇന്ന് രാത്രി ഒരു റിഫ്രഷിനും ഒരു റീകൺസ്ട്രക്ഷനും കാരണമായി തീരണം. ദൈവമാണ് എന്നോട് സംസാരിച്ചത്, ദൈവമാണ് എന്നോട് ഇടപെട്ടത് എന്ന് തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുമാറായിട്ട്. ഫെമിലിയർ പോർഷൻസ് ആണ് ഞാൻ പറയുന്നത്. എല്ലാ വാക്യങ്ങളും വായിക്കുവാൻ കഴിയുമോ എന്നറിയത്തില്ല. ഡസൻറ്റ് മാറ്റർ, എല്ലാം പറയണമെന്ന് നിർബന്ധവുമില്ലല്ലോ. 119 സങ്കീർത്തനം അതിൻ്റെ 83 വാക്യം പ്രാരംഭമായി നാം വായിക്കുന്നു. Psalm 119 verse 83. ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന പദം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വായിച്ചു കേൾപ്പിക്കാം. ഐ എം ലൈക്ക് എ ബോട്ടിൽ ഓർ എ സ്കിൻ കെപ്റ്റ് ഇൻ ദ സ്മോക്ക്. പുകയത്ത് വെച്ചിരിക്കുന്ന ഒരു തുരുത്തി പോലെ ഞാൻ ആകും. വിശുദ്ധ തിരുവഴുത്തില് വ്യക്തികൾ തങ്ങളെ തന്നെ പരിചയപ്പെടുത്തുന്ന, താരതമ്യപ്പെടുത്തുന്ന ഒത്തിരി ആലങ്കാരിക ഭാഷകളുണ്ട്. സങ്കീർത്തനത്തിൽ തന്നെ പലപ്പോഴും കാണുന്നുണ്ട്, ഞാൻ വീട്ടിന് മുകളിൽ തനിച്ചിരിക്കുന്ന കുരുകുല് പോലെയാകുന്നു, ഞാനൊരു ഉടഞ്ഞ പാത്രം പോലെ ആയിരിക്കുന്നു, ഇത്യാദി വിഷയങ്ങൾ വെച്ച് തങ്ങളെ തന്നെ തങ്ങളുടെ അവസ്ഥ പറഞ്ഞ് മനസ്സിലാക്കുവാൻ അവർ തങ്ങളെ താരതമ്യപ്പെടുത്തുന്ന ഒത്തിരി വിഷയങ്ങളുണ്ട്. 119 സങ്കീർത്തനത്തിലെ സങ്കീർത്തനക്കാരൻ എഴുത്തുകാരൻ ആരാണെന്ന് അറിയത്തില്ല എങ്കിലും എസ്രാ ശാസ്ത്രിയുടെ ന്യായപ്രമാണം, വചനം, ചട്ടം, കീർത്തനം ഇങ്ങനെ ഇത്യാദിയുള്ള പദങ്ങളുള്ളത് കൊണ്ട് എസ്രാ ശാസ്ത്രിയുടെ സങ്കീർത്തനമാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. തെളിവുകളും രേഖകളും ആധികാരികമല്ലാത്തത് കൊണ്ട് അതിന്റെ പുറകെ പോകുന്നില്ല. ഇവിടെ പറയുകയാണ്, ഞാൻ പുകയത്ത് വെച്ചിരിക്കുന്ന ഒരു തുരുത്തി പോലെയാകുന്നു. ആ ഒരു ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. 3 ചിന്തകളാണ് എനിക്ക് ഇന്ന് രാത്രി നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വളരെ സാവകാശം നമുക്ക് വചനം ഒന്ന് കേൾക്കുവാൻ കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഈ തുരുത്തി പുകയത്ത് വെച്ചിരിക്കുന്നതിന്റെ കാരണം നാം അറിയണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നാം കടന്നു പോകുന്ന പല പ്രതിസന്ധികളുടെയും പിന്നിൽ നാം അറിയാത്തൊരു ദൈവിക ഉദ്ദേശമുണ്ട്. എന്തായിരുന്നു തുരുത്തി ഉൾക്കൊണ്ടിരുന്നതെന്ന് അറിയണം. ഈ തുരുത്തി ഇങ്ങനെയാകാനുള്ള കാരണം എന്താണെന്നറിയണം. ഇതിന്റെ ഭാവി എന്താണെന്നറിയണം. ഈ 3 കാര്യങ്ങൾ വിശേഷാൽ സഹോദരിമാരുമായി ബന്ധപ്പെട്ടാണ് ഈ വചന ശുശ്രൂഷ കൊണ്ടുപോകുന്നത്. അതിന്റെ അർത്ഥം പ്രസംഗിക്കുന്ന ഞാനും ദേവദാസന്മാരും ഒഴിവുള്ളവരാണെന്നല്ല, എല്ലാവർക്കും ചേർന്ന ഒരു വചന ശുശ്രൂഷയായിരിക്കട്ടെ. ഉടയവന്റെ ഉദ്ദിഷ്ടത്തിനൊത്തവണ്ണം നാം ആയിത്തീരേണ്ടതിന് നാം അറിയാതെ പലപ്പോഴും ദൈവം നമ്മെ പ്രതിസന്ധികളുടെ തീച്ചുളയ്ക്കകത്ത് കൊണ്ടുവെക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ നിന്നുകൊണ്ട് ചിലപ്പോൾ നാം ശാസിച്ചാൽ ഒന്നും മാറുന്ന പ്രശ്നമായിരിക്കത്തില്ല. ഇത് പിശാചാണെന്നൊക്കെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടാറുണ്ട്. എല്ലാ പ്രതിസന്ധിയും ശാസിച്ചാൽ മാറുന്നതല്ല. ഉടയവന്റെ കാലക്കണക്കിനൊത്തവണ്ണം നാം ഇരിക്കേണ്ടിടത്ത് ഇരുന്ന് കൊടുക്കണം. സർവശക്തൻ വെച്ച അവധികളുണ്ട്, അവധികൾ നാം തിരിച്ചറിയണം. അത് ഈ ഒരു പാത്രമാണെങ്കിൽ പോലും ചൂളയ്ക്കകത്ത് വെക്കുന്ന കുശവൻ അറിയാം അത് എപ്പോൾ എടുക്കണമെന്ന്. നേരത്തെ എടുത്താൽ ജോലി ഞങ്ങളുടെയാണ്. ഈ ഡ്രമ്മിന്റെ തോലൊക്കെ അങ്ങ് തണുത്തിങ്ങനെ കുഴഞ്ഞിരിക്കും. അപ്പം ഈ വെയിൽ വരുന്നിടത്ത് ഇത് പുറത്ത് കൊണ്ടുവന്ന് വെക്കും. കുറച്ച് കഴിയുമ്പോൾ ആളങ്ങ് സ്ട്രോങ് ആവും. അപ്പൊ പിന്നെ പാട്ട് പാടാൻ നേരം കൊട്ടുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഇതാണ് ഈ പ്രോസസ്സ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് മര്യാദക്ക് നടന്ന എന്നെ പിടിച്ച് വെയിലത്ത് വെച്ചിരിക്കുന്നതാണ് ഈ വാക്കിന്റെ അർത്ഥം. ഞാൻ പുകയത്ത് വെച്ചിരിക്കുന്ന ഒരു തുരുത്തി പോലെ, ഞാൻ ഈ കോട്ടയം ജില്ലയിലെ തുരുത്തിയുടെ കാര്യമല്ല ഈ പറഞ്ഞു വരുന്നത്, പുകയത്ത് വെച്ചിരിക്കുന്ന തുരുത്തി പോലെ എന്നെ എന്തിനാ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ഒന്ന്, ഞാനും നിങ്ങളും ഒരു തുരുത്തി ആയത് എങ്ങനെയാണെന്ന് അറിയണം. ഒരു രാത്രി കൊണ്ടൊന്നും തുരുത്തി ആയതല്ല. ഏദൻ തോട്ടത്തിൽ തുടങ്ങിയതാണ് ദൈവസ്നേഹത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ട് അതിന്റെ തുകലെടുത്ത് വെയിലിൽ ഉണക്കി പ്രോസസ് ചെയ്ത് തുന്നിക്കെട്ടി പിടിയുണ്ടാക്കിയാണ് ഉടയവൻ ഉപയുക്തമായ ഉപകരണമാക്കി മാറ്റിയത്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പാപം ചെയ്ത് തേജസ് നഷ്ടപ്പെട്ട ദൈവജനത്തിന്റെ നഗ്നത മറയ്ക്കുവാൻ ദൈവം ഒരുക്കിയ മൃഗമറുത്തതിന്റെ തോല് കൊണ്ട് ഉടയാടെ ഉണ്ടാക്കിയതുപോലെ എന്നിലും നിങ്ങളിലുള്ള മനുഷ്യനെ മറച്ചിട്ട് ദൈവത്വം വെളിപ്പെടുത്തുവാൻ അന്നും ഇന്നും ദൈവ തേജസ് കൊണ്ട് ദൈവം പൊതിഞ്ഞു വെച്ചിരിക്കുക. അങ്ങനെയാണ് നാം ക്രിസ്തുവിന് പ്രയോജനമുള്ള മാനപാത്രമായി മാറിയത്. ഹല്ലേലൂയ. അതിനു പിന്നിൽ വേദന സഹിച്ച തമ്പുരാനെ മറന്നൊരു ജീവിതം നമുക്ക് വേണ്ട. കുഞ്ഞാടറുക്കപ്പെട്ടപ്പോൾ, ആ തൊലി ഉണങ്ങിയപ്പോൾ, അത് ഊറക്കിട്ടപ്പോൾ, അതിനെ തുന്നി കെട്ടിയപ്പോൾ, അതിന് പിടിവെച്ചപ്പോൾ ഞാനും നിങ്ങളും അറിയണം എന്നെ ഇന്ന് ഇങ്ങനെയാക്കി തീർക്കുവാൻ സ്വർഗം അനുഭവിച്ച വേദന എത്രയാണെന്നും. അത് മറന്നൊരു ആത്മീയ നമുക്ക് വേണ്ട. ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്ന് രാവിലെ ദേവദാസി ഓർപ്പിച്ച പോലെ അത് തലയ്ക്ക് മുകളിൽ അലങ്കാരമായി കിരീടമായി കൊണ്ടു നടന്ന മോശയെ പോലെ ഭക്തന്മാർ ഈ കാലഘട്ടത്തിലും ക്രിസ്തുവിന്റെ നിന്ന ധനമെന്ന് പറയണം.
സുവിശേഷത്തിന്റെ വക്താക്കളായി കേരളത്തിന് പുറത്തും അല്ലെ ലോകത്തിന്റെ വൻകരകളിലുമൊക്കെ ദൈവത്തിന്റെ ദാസിമാരല്ലേ ക്രിസ്തുവിന് വേണ്ടി അവസാന ശ്വാസം വരെയും ഊറ്റിക്കൊടുക്കാം എന്ന തീരുമാനമെടുത്തതിന്റെ കാരണം തങ്ങൾ നേടിയെടുത്ത രക്ഷയുടെ സന്തോഷം 4 പേർ അറിഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്ക് സ്വസ്ഥതയില്ല എന്ന വെളിപ്പാട് അകത്ത് കയറിയത് കൊണ്ടാണ്. ഹല്ലേലൂയ. അങ്ങനെ ഒരിക്കൽ നാം പ്രയോജനപ്പെട്ടതായിരുന്നു തുരുത്തികൾ. ദൈവത്തിന് വേണ്ടി ഈച്ച് ആൻഡ് എവരി വൺ സിറ്റിംഗ് ഓവർ ഹിയർ ലിസണിംഗ് ടു മീ ഇൻ ദ സാങ്ച്വറി ആൻഡ് ഓൾ ത്രൂ ദ ഓൺലൈൻ, നിങ്ങൾ ഓരോരുത്തരും ഉടയവന് ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത മാനപാത്രങ്ങളാണ്. ശുശ്രൂഷയിൽ വ്യത്യാസമുണ്ട്, ജീവിതത്തിൽ വ്യത്യാസമുണ്ട്. ഒരു പ്രാവശ്യം പോലും പുൽപ്പിറ്റിലോ സ്റ്റേജിലോ കയറിയെന്ന് വരത്തില്ല. ഒരു പ്രാവശ്യം പോലും ഒരു പാട്ട് പാടുവാൻ ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് വരത്തില്ല. അതിന്റെ അർത്ഥം നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്നല്ല, നിങ്ങളെ ദൈവം അല്ലിയ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ തിരഞ്ഞെടുത്തവരാണ്. നിങ്ങളിൽ എന്താ നിറച്ചിരിക്കുന്നത്, എന്ത് നിറയ്ക്കണമെന്ന് ദൈവം തീരുമാനിച്ചോളും. പ്രൈസ് ദി ലോർഡ്. പ്രധാനമായി ഞാനും നിങ്ങളും ദൈവത്തിന്റെ തുരുത്തിയായിരിക്കുന്നു. ഇന്നുള്ള ഈ ശോധനയും ഇന്നുള്ള വേദനയും തമ്പുരാനെ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ അനുവദിച്ചത്, അത് ചോദിക്കാത്തൊരാരും ഇവിടെ ഇരിപ്പില്ല. പ്രതിസന്ധി വരുമ്പോൾ ആദ്യത്തെ നമ്മുടെ അതരത്തിൽ നിന്ന് വരുന്ന ചോദ്യം വൈ ലോർഡ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ? എന്റെ കൂട്ടത്തിലുണ്ടല്ലോ, ആക്റ്റീവായിട്ടൊക്കെ ഇരുന്ന് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ നല്ല ആത്മാവിന്റെ സന്തോഷത്തിരിക്കുന്ന അറിയാം. ഞാനൊരു കൺവെൻഷൻ പ്രസംഗിനായതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ പറയാറിയത്തുള്ളൂ. അതുകൊണ്ടല്ല നമ്മൾ ഇങ്ങനെ ആയത്, ഈ പരുവത്തിലായതുമ്പോൾ വേദന വരുമ്പോൾ ആദ്യത്തെ ചോദ്യമാണ് വൈ ലോർഡ്. പ്രൊമോഷൻ കിട്ടുമ്പോൾ ചോദിക്കത്തുമില്ല. കഷ്ടത വരുമ്പോൾ മാത്രം ചോദിക്കേണ്ട ചോദ്യമല്ല വൈ ലോർഡ്. ദൈവത്തിന്റെ ഓരോ എൻകൗണ്ടറിലും ചോദിക്കണം, കർത്താവ് എനിക്കെന്തിനാ ഈ കുടുംബം തന്നത്, എനിക്കെന്തിനാ ഈ അനുഗ്രഹം തന്നത്, എനിക്കെന്തിനാ ഉയർച്ച തന്നത്, എനിക്കെന്തിനാ ശുശ്രൂഷ തന്നത്, അതിനെന്ത് യോഗ്യത എനിക്കുള്ളത്? ദൈവിക ഇടപെടൽ അത് നന്മയാണെങ്കിലും തിന്മയാണെന്ന് നമുക്ക് തോന്നിയാലും ഓരോ സമയത്തും നാം ചോദിക്കണം, വൈ ലോർഡ് എന്ന് നാം ചോദിക്കണം. അതാണ് ദൈവമക്കളുടെ നന്ദിയുള്ള ഹൃദയം എന്ന് പറയുന്നത്. അപ്പൊ എന്നിൽ എന്തുണ്ടായിരുന്നു? ഒരു തുരുത്തിയിൽ പ്രധാനമായി എനിക്ക് മനസ്സിലായ 4 കാര്യങ്ങളുണ്ട്. അതാണ് നിങ്ങളോട് പറയാനുള്ള സന്ദേശം. ആ 4 കാര്യങ്ങൾ ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാമല്ലോ. ഒരു സാധാരണ മെസ്സേജാണ്, നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഈ തുരുത്തിക്കകത്ത് എന്തുണ്ടായിരുന്നു, എന്തുകൊണ്ട് എന്നെ തുരുത്തി ഇങ്ങനെ പുകയത്ത് വെച്ചിരിക്കുന്നു? ഒരിക്കൽ ഉൾക്കൊണ്ടതുപോലെ ദൈവ വിഷയം, ദൈവകൃപ, ദൈവാലോചന, ദൈവമഹത്വം, ദൈവിക ഉദ്ദേശം എന്നിൽ ഉൾക്കൊള്ളുവാൻ കഴിയാതെ വണ്ണം ഞാൻ ഉടഞ്ഞോ ചുളുങ്ങിയോ പോയത് കൊണ്ട് ദൈവം ആഗ്രഹിച്ച രൂപത്തിലേക്കും ഭാവത്തിലേക്കും എന്നെ തിരികെ കൊണ്ടുവരുവാനാണ് ഈ തുരുത്തി പുകയത്ത് വെച്ചിരിക്കുന്നത്. ആ പുകയുടെ പേര് എനിക്കറിയത്തില്ല. ഐ ഹാവ് ഗോൺ ത്രൂ മെനി സ്മോക്സ് ഇൻ മൈ ലൈഫ്. ഞാനും ഞങ്ങളുടെ കുടുംബങ്ങളൊക്കെ കടന്നുപോയ ഒത്തിരി വേദനകളുണ്ട്. പക്ഷെ അവിടെയൊക്കെ ഒരു കാര്യം മനസ്സിലായി, ദൈവത്തിന്റെ പദ്ധതിയായിരുന്നു. തക്ക സമയത്ത് ദൈവത്തിന്റെ സ്വപ്നത്തിലെ തുരുത്തിയായി, ദൈവം വരച്ച ആകൃതിയില്, ദൈവം എഴുതി വെച്ച രൂപത്തില്, ദൈവം നിർമ്മിച്ച രീതിയിൽ ഞാൻ മടങ്ങി വരുവാനാണ് ദൈവം എന്നെ പുകയത്ത് വെച്ചിരിക്കുന്നതെന്ന വെളിപ്പാട് അകത്ത് കയറി കഴിയുമ്പോൾ നാം ആൾ മാറിയവരെ പോലെ നിരാശയുടെ വാക്കുകൾ മാറ്റിവെച്ചിട്ട്, പരാതി പരിഭവം മാറ്റിവെച്ചിട്ട് ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. ഒന്ന്, തുരുത്തിക്കകത്ത് ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം അതിന്റെ 19-ാമത് വാക്യമാണ്. വാക്യങ്ങൾ നിങ്ങൾക്ക് കാണാതിരിയാവുന്ന വാക്യമായതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോകാം. ഉൽപ്പത്തി 21-ന്റെ 19-ാമത് വാക്യം വായിക്കുന്നുണ്ടോ? ഒന്ന്, ഈ തുരുത്തിക്കകത്ത് ഒരിക്കൽ തലമുറയ്ക്കുള്ള ജീവജലം ഉണ്ടായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് ഒരു തുരുത്തി വെള്ളവുമായി ഇറങ്ങിപ്പുറപ്പെടുന്ന ഹാഗാർ കാലത്തിന്റെ പഴക്കത്തിൽ അല്ലെങ്കിൽ യാത്രയുടെ മുന്നേറ്റത്തിൽ തുരുത്തിയിലെ വെള്ളം വറ്റുന്നു. 14 വയസ്സുള്ള മകനെ കുറുങ്കാട്ടിൽ കിടത്തിയിട്ട് അവന്റെ മരണം എനിക്ക് അമ്മയായി എനിക്ക് കാണുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞു മാറിയിരുന്ന് കരയുമ്പോൾ അവളുടെ കരച്ചിലിൽ തുറക്കുന്ന ഉറവയിൽ നിന്ന് ഹല്ലേലൂയ അവൾ കോരിയെടുക്കുന്ന വെള്ളം തലമുറയുടെ അണ്ണാക്കിന്റെ ദാഹം ശമിപ്പിക്കുന്ന ജീവജലമായിരുന്നു. അപ്പൊ നിങ്ങൾ അറിയണേ ഈ ജീവജലം എന്താണെന്ന്. ഈ മക്കളെ, മരുഭൂമിയിൽ പൊട്ടിപ്പുറപ്പെട്ട ഒരു തുള്ളി വെള്ളമല്ല എന്റെ വിഷയം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന വെള്ളത്തിന്റെ പേര് ജീവജലമെന്നാണ്. പരിശുദ്ധാത്മാവ് ഒരു കാലഘട്ടത്തിൽ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ നിങ്ങളുടെ മേൽ ആത്മാവിന്റെ നിറവുണ്ടായിരുന്നു. റീബാന ഹതുരാധകന. ഇന്ന് രാത്രി ഹല്ലേലൂയ പണ്ടത്തെ പോലെ നിറവുണ്ടോ എന്ന് ഇന്ന് രാത്രി പരിശോധിക്കണ്ടേ. നിങ്ങളുടെ തുരുത്തിക്കകത്ത് പരിശുദ്ധാത്മാവിന്റെ കവിഞ്ഞൊഴുക്കുണ്ടായിരുന്നു. അന്യഭാഷ നിർത്താതെ പറഞ്ഞ രാത്രി ഉണ്ടായിരുന്നു. കൈയടിക്കാൻ തുടങ്ങിയാൽ പിന്നെ അവസാനിക്കത്തില്ലായിരുന്നു. പാടാൻ തുടങ്ങിയാൽ അവസാനമില്ലായിരുന്നു. സ്തോത്രം പറഞ്ഞാൽ പിന്നെ പാതിരാത്രിയാൽ അറിയത്തില്ലായിരുന്നു. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ജീവജലം തുറലിയ തുളുമ്പിക്കൊണ്ടിരുന്ന തുരുത്തികളാണ്
ഇപ്പോൾ പലപ്പോഴും വേണ്ടവണ്ണം ഉൾക്കൊള്ളുവാൻ കഴിയാതെ വണ്ണം, സാഹചര്യങ്ങളുടെ സമ്മർദ്ദ നിമിത്തം, സമ്പത്തുകളുടെ അഭിവൃദ്ധി നിമിത്തം, മാനങ്ങളും സ്ഥാനങ്ങളും അബാലലിയ ഒരുമിച്ച് കടന്നു വന്നപ്പോഴോ മറ്റുള്ളവരുടെ വാക്ക് നിമിത്തമോ ഒക്കെ തലളിയ നാം ചുരുങ്ങിപ്പോയി. പഴയതുപോലെ ജീവജലം പുറപ്പെടുവിക്കാൻ കഴിയാത്തത് കൊണ്ട്, പക്ഷെ ദൈവത്തിന്റെ സ്വപ്നത്തിലുള്ള തുരുത്തിയായി ഞാൻ മാറേണ്ടതിന് അവൻ എന്നെ പുകയത്ത് വെച്ചിരിക്കുകയാണ്. തിരിച്ചറിയുന്നവർക്ക് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എനിക്കെന്താ ഈ ശോധന, എനിക്കെന്താ വേദനയെന്ന് ചോദിക്കുന്ന മാതാവേ, ദൈവം നിന്നെ തുരുത്തി അല്ല പുകയത്ത് വെച്ചിരിക്കുന്നത് ജീവജലം വീണ്ടും നിന്നിൽ കൂടെ പുറത്തു വരാനാ. വീണ്ടും ജീവജലത്തിന്റെ നദികൾ നിന്റെ അധരത്തിൽ കൂടെ, ആത്മാവിൽ കൂടെ അത് പുറത്തിറക്കുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. 2, ഈ തുരുത്തിക്കകത്ത് എന്തുണ്ടായിരുന്നു? ജഡ്ജസ് ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 19-ാമത് വാക്യം. ജഡ്ജസ് 4 അതിന്റെ 19-ാമത് വാക്യം. അവൻ അവളോട്, എനിക്ക് ദാഹിക്കുന്നു, കുടിപ്പാൻ കുറെ വെള്ളം തരയണമേ എന്ന് പറഞ്ഞു. അവൾ പാൽ തുരുത്തി തുറന്ന് അവന് കുടിപ്പാൻ കൊടുത്തു. അതൊന്നുകൂടെ നിർത്തി. അവൾ പാൽ തുരുത്തി തുറന്ന് കുടിപ്പാൻ കൊടുത്തു. നമുക്കറിയാവുന്ന സംഭവമാണല്ലേ. ലെപ്പിദോത്തിന്റെ ഭാര്യയായ ദെബോര എന്ന പ്രവാചകി ഈന്തപ്പനയുടെ ചുവട്ടിലിരുന്ന് ന്യായപാലനം ചെയ്യുന്ന ആ സമയത്ത്, അല്ലെങ്കിൽ കനാന്യ രാജാവിന്റെ സേനാധിപതിയായ സീസര 900 ഇരുമ്പ് രഥവുമായി ഇസ്രായേൽ ജനത്തെ ഞെരുക്കുവാൻ കടന്നു വരുന്ന കാലഘട്ടത്തിൽ ബാരൂക്കിനോട് പറയുന്നു, അല്ലിയ നീയും കൂടെ വന്നാൽ നമുക്ക് യുദ്ധം ചെയ്യാം. ആ സംഭവങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നില്ല, എന്റെ വിഷയം അതേയല്ല. അങ്ങനെ വരുമ്പോൾ അല്ലിയ ഹേബേരിന്റെ ഭാര്യയായ യായിൽ എന്നൊരു ദൈവദാസി, അവളുടെ വീട്ടിനകത്തൊരു തുരുത്തിയുണ്ട്. ആ തുരുത്തിക്കകത്ത് പാൽ നിറഞ്ഞിരിക്കുകയാണ്. അതാണല്ലിയ സീസരയ്ക്ക് കൊടുക്കുക. നമ്മുടെ വിഷയം ചിന്ത അതല്ല. ഈ തുരുത്തിക്കകത്ത് മായമില്ലാത്ത വചനം എന്ന പാൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. എന്തു പറഞ്ഞാലും വായിന്ന് എന്തേ വരത്തുള്ളായിരുന്നു? ആന്റി, വചനേ വരത്തുള്ളായിരുന്നു. ആരെ കണ്ടാലും ഇന്ന് നമുക്ക് പറയാനല്ലല്ലോ ഈ പാരമ്പര്യമുണ്ട്, അഭിമാനമുണ്ട്, അനുഭവങ്ങളുണ്ട്, ഒത്തിരി കാര്യം പറയാനുണ്ട്. പക്ഷെ ഒരു കാലഘട്ടം അങ്ങനല്ലായിരുന്നു. ആദരം തുറന്നാൽ ഈ തുരുത്തിയിൽ നിന്ന് വചനം മാത്രമേ ഒഴുകത്തുള്ളായിരുന്നു. ഹല്ലേലൂയ. അല്ല, കുഞ്ഞുങ്ങളോട് സംസാരിച്ചാൽ, സഭയിൽ പറഞ്ഞാൽ, സാക്ഷ്യം പറഞ്ഞാൽ, എപ്പോ പറഞ്ഞാലും വായിൽ നിന്ന് വചനം വരുന്ന ഒരു കാലഘട്ടമുണ്ട്. അതാ ദൈവത്തിന്റെ സ്വപ്നത്തിലെ തുരുത്തി. നിങ്ങളുടെ ഉള്ളിലേക്ക് വീണ്ടും ഈ വചനത്തിന്റെ കവിഞ്ഞൊഴുക്ക് വരുവാനാ ദൈവം എന്നെ ഇന്ന് രാത്രി തുരുത്തിയെ പുകയത്ത് വെച്ചിരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പിറുപിറുപ്പില്ലാതെ സ്തോത്രം പറഞ്ഞു. ദൈവത്തിന്റെ വചനവും വാക്തത്വങ്ങളും ഉരുവിട്ടും പറയേണ്ട ഒരു കാലഘട്ടമാണ് ദൈവമക്കളെ വന്നിരിക്കുന്നത്. അല്ലല്ലിയ, നാം പഠിച്ച ഫിസിക്സും മാത്സും കെമിസ്ട്രിയും അല്ലല്ലിയ, അല്ല അനാട്ടമി, സുവോളജിയും സോഷ്യോളജിയും സൈക്കോളജിയും കൊണ്ട് അല്ല ജീവിക്കുന്ന കാലഘട്ടമല്ല. അല്ലല്ലയോ, യേശുവിന്റെ അടുക്കൽ അല്ല മോഹവാഗ്ദാനങ്ങളുമായി നിന്ന് തിളങ്ങി നിൽക്കുന്ന പിശാചിനോട് യേശു പറഞ്ഞ അതേ വചനമാ എനിക്കും പറയാനുള്ളത്. ഞങ്ങൾ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ഞങ്ങൾ ജോലി കൊണ്ടല്ല ജീവിക്കുന്നത്, ഞങ്ങൾ സമ്പത്ത് കൊണ്ടല്ല ജീവിക്കുന്നത്, ഞങ്ങൾ ബാങ്ക് നിക്ഷേപം കൊണ്ടല്ല ജീവിക്കുന്നത്, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും. ഹല്ലേലൂയ. വചനം ആദരത്തിനകത്ത് നിറഞ്ഞു തുളുമ്പുന്ന ഒരു കാലഘട്ടമായി മാറണം. I'm not talking about having an MDH or BD or PhD. If you can have a good, I encourage you. അതല്ല ഈ പറഞ്ഞു വരുന്നത്. ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ മുമ്പാകെ മുഴങ്കാൽ മടക്കിയിരുന്ന് വെളിപ്പാടുകൾ പ്രാപിക്കേണ്ട ഒരു കാലഘട്ടം. Let your mouth be filled with God's word, with power and authority. ആദരത്തിൽ വചനം വെളിപ്പെടേണ്ട കാലഘട്ടമാണ്. അല്ല, ഇരുവായ്ത്തലയുള്ള വചനം എന്ന വാള് ശത്രുവിന് നേരെ ഓങ്ങുവാൻ കരുത്തുള്ള ദൈവദാസിമാരെ ഈ കോൺഫറൻസ് കഴിയുമ്പോൾ ഇവിടെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. പുത്തൻ വെളിപ്പാടുകൾ, വചനത്തിന്റെ പുത്തൻ വെളിപ്പാടുകൾ, വചനത്തിന്റെ പുത്തൻ വെളിപ്പാടുകൾ, ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത, ഇന്ന് വരെ പറഞ്ഞിട്ടില്ലാത്ത, ഇന്ന് വരെ പ്രസംഗിച്ചിട്ടില്ലാത്ത പുത്തൻ വെളിപ്പാടുകൾ. എത്ര പേർ ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കും? ഫിൽ മൈ കപ്പ്, ഫിൽ മൈ കപ്പ്, ഫിൽ മൈ ലൈഫ് വിത്ത് വേർഡ്. എന്റെ പാനപാത്രം ഇന്ന് രാത്രി വചനം കൊണ്ട് നിറയണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ അവർക്ക് ആത്മാവിൽ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങാം. ഹല്ലേലൂയ. എന്റെ കുഞ്ഞിനോട് പറയുവാൻ എനിക്ക് എന്റെ ലോജിക്കല്ല വേണ്ടത്. ഐ നീഡ് ദ വേർഡ് ഓഫ് ഗോഡ്. എനിക്ക് വചനം വേണം. എന്റെ സഭയിൽ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ എന്റെ ആദരത്തിൽ പഴങ്കഥയും കിഴവിക്കഥയും അല്ല, എന്റെ ആദരത്തിൽ ആത്മാവിന്റെ വെളിപ്പാട് വേണം. കർത്താവേ, പുതിയ ദൂത് ഇന്ന് രാത്രി, പുതിയ ദൂത് എനിക്ക് കേൾക്കണം.
ഹല്ലേലൂയ. കാലത്തിന്റെ കോലാഹലം കേട്ട് ചെവി തഴമ്പിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഭർത്താവിന്റെ കുത്തുവാക്കോ മക്കളുടെ അനുസരണക്കേടോ കൂട്ടു സഹോദരങ്ങളെയോ സഭയിൽ വന്നാൽ അവിടെയും പ്രതിസന്ധിയാണെങ്കിലും എന്റെ നിങ്ങളുടെ ചെവിയിൽ മുഴങ്ങേണ്ടത് ദൈവവചനത്തിന്റെ ശബ്ദമാകട്ടെ. ഹല്ലേലൂയ. ഈ തുരുത്തിക്കകത്ത് ഒരു കാലഘട്ടത്തിൽ നിറഞ്ഞൊഴുകുന്ന വചനമുണ്ടായിരുന്നു. ഹല്ലേലൂയ. വിശദീകരണമില്ലാതെ നിങ്ങൾക്ക് ഇത് മനസ്സിലാകുന്നുണ്ടല്ലോ. സമയമില്ലാത്തത് കൊണ്ട് മുന്നോട്ട് പോകുകയാണ്. 3, ഈ തുരുത്തിക്കകത്ത് എന്തുണ്ടായിരുന്നു? 1 ശമൂവേൽ 1:24 വായിക്കണ്ട. ഹല്ലേലൂയ. ഹന്നായെ കുറിച്ച് ഒത്തിരി പ്രസംഗം കേട്ടത്. 1 ശമൂവേൽ ചാപ്റ്റർ 1:24. പാലുകുടിയൊക്കെ മാറിയിട്ട് കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പണത്തിന് കൊണ്ടുവരുമ്പോൾ അമ്മച്ചി ഹല്ലേലൂയ ഒരു തുരുത്തിക്കകത്ത് എന്ത് കൊണ്ടുവന്നു? വീഞ്ഞു കൊണ്ടുവന്നു. സമർപ്പണത്തിന്റെ വീഞ്ഞ് ഒരിക്കലും ഉണ്ടായിരുന്ന തുരുത്തിക്കകത്ത്. ഈ വീഞ്ഞെന്ന് പറഞ്ഞ ഉടനെ എന്താന്ന് ഉടനെ വ്യാഖ്യാനിച്ചെങ്കിലല്ലയോ ശരിയാകത്തുള്ളൂ. There was a season that your skin or your bottle were filled with wine. What is this wine? 104-ാം സങ്കീർത്തനം അതിന്റെ 15-ാം വാക്യത്തിൽ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകും എന്തായിരുന്നു ഈ വീഞ്ഞ് എന്നുള്ളത്. അടുത്ത 2 വിഷയം ഈ വാക്യത്തിൽ നിന്നായതുകൊണ്ട് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. 104-ാം സങ്കീർത്തനം അതിന്റെ 15-ാം വാക്യം. ഭൂമിയിൽ നിന്ന് അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും. ഇവിടെ നിൽക്കട്ടെ, ബാക്കി അടുത്ത ഭാഗം പിന്നീട് വായിക്കാം. അപ്പൊ ഈ വീഞ്ഞെന്ന് പറയുന്നത് ഹൃദയ സന്തോഷമാണ്. ഹല്ലേലൂയ. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും പൊട്ടിച്ചിരിക്കാൻ പറ്റിയ ഒരു ആത്മീയ കരുത്ത് നമുക്കുണ്ടായിരുന്നു. രോഗം എന്നെ പിടിച്ചൻ, ദേഹം ക്ഷയിച്ചാലും ദേഹി ദുഃഖത്തിൽ തകർന്നാലും എല്ലാം പ്രതികൂലമായാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി എന്ന് പാടുന്ന ഒരു രക്ഷയുടെ സന്തോഷം. ഇന്ന് രാത്രി നമുക്കതാ വേണ്ടത് ദൈവമക്കളെ. വാടിപ്പോകുന്ന ആത്മീയമല്ല നമുക്ക് വേണ്ടത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലല്ല 6 മാസത്തേക്ക് പ്രാർത്ഥന മുടക്കുന്ന ആത്മീയമല്ല, സഭ ചാടിപ്പോകുന്ന ആത്മീയമല്ല. എനിക്കും നിങ്ങൾക്കും വേണ്ടത് ഹൃദയ സന്തോഷം. ഹല്ലേലൂയ. നമുക്ക് അങ്ങനെ ഉണ്ടായിരുന്നെന്ന്. പക്ഷെ ഇത് നഷ്ടപ്പെടും കേട്ടോ. ദാവീദ് പോലും ഒരിക്കൽ പ്രാർത്ഥിച്ചല്ലോ, രക്ഷയുടെ സന്തോഷം. റിസ്റ്റോർ അൺടു മീ ദ ജോയ് ഓഫ് സാൽവേഷൻ. ഇത് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുന്നു, 30 വർഷം മുമ്പ്, 20 വർഷം മുമ്പ്, 6 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ടപ്പോഴുള്ള ആ സന്തോഷം അകത്തില്ലെങ്കിൽ ഇന്ന് രാത്രി അത് തിരിച്ചു പിടിച്ചിട്ട് മടങ്ങാവൂ. രക്ഷയുടെ സന്തോഷം എൻ്റെ ഹൃദയത്തിനകത്ത്. ഹല്ലേലൂയ. ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞാണ് രക്ഷയുടെ സന്തോഷം. അവിടെ രോഗമൊന്നും പ്രശ്നമല്ല കേട്ടോ. ഹലോ. അപ്പൊ ഈ പാസ്റ്ററെ ഞങ്ങളുടെ രോഗശാന്തി ശുശ്രൂഷയൊക്കെ നമുക്ക് ചെയ്യണം ഇന്ന് രാത്രി സമയമുണ്ടെങ്കിൽ. ഹല്ലേലൂയ. അപ്പൊ പറയും എൻ്റെ ഈ രോഗമല്ല ഒന്ന് മാറിയിട്ട് വേണം എനിക്ക് എന്തോ ചെയ്യാന്. അയ്യോ, ഞാൻ കണ്ടിട്ടുള്ള എല്ലാ ഡോക്ടർമാർക്കും ഹാർട്ട് അറ്റാക്ക് ഉണ്ട്, പക്ഷെ അപ്പോഴും അവർ ഞങ്ങളെ ചികിത്സിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പരിചയപ്പെട്ടുള്ള എൻ്റെ ഡോക്ടർക്ക് ഡയബറ്റിക്കിന് ഒരു കുറവില്ല, പക്ഷെ പുള്ളി എനിക്ക് എല്ലാ ടാബ്ലറ്റ് എഴുതി തരുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ രോഗം മാറിയിട്ട് ചികിത്സിക്കാൻ കാത്തിരിക്കണ്ട. അതിന് ഇത്രയേ ഉള്ളൂ. ഹല്ലേലൂയ. കുത്തുന്ന ശൂലം അകത്തിരിക്കുമ്പോഴും പൗലോസിന് ശുശ്രൂഷ ചെയ്യാം. ഹല്ലേലൂയ. വിശ്വാസികൾ കണ്ടില്ല, സഭക്കാര് കേട്ടില്ല. കൊരിന്ത്യ ലേഖനം എഴുതിക്കൊണ്ടാണ് നമ്മൾ അറിഞ്ഞത് there was a thorn in the flesh. പക്ഷെ കുത്തുന്ന മുള്ളകത്തിരിക്കുമ്പോഴും ഹല്ലേലൂയ തഴുകിയാൽ യൂത്തിക്കോസ് ചാടി എഴുന്നേൽക്കും. കുത്തുന്ന മുള്ളകത്തിരിക്കുമ്പോഴും ഉടനെ തൊട്ടാൽ സൗഖ്യമാകും. കുത്തുന്ന മുള്ളകത്തിരിക്കുമ്പോഴും ഉത്തിരിയും വലിച്ചെറിഞ്ഞാൽ രോഗികൾ സൗഖ്യമാകും. കാരണം എന്താണെന്നറിയാമോ? നിന്റെ മുള്ളു 4 പേര് കാണാതെ അതിന്റെ മുനയെ കൃപ കൊണ്ട് പൊതിഞ്ഞ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ശമന രഖനാദകന. എന്റെ വേദന 4 പേരറിയാതെ, എന്റെ നിന്ന 4 പേരറിയാതെ, എന്റെ പ്രതിസന്ധി 4 പേരറിയാതെ, എന്റെ മുള്ളിനെ, എന്റെ രോഗത്തെ കൃപ കൊണ്ട് പൊതിയുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതരം തുറന്ന് വിളിച്ചു പറഞ്ഞാട്ടെ, എന്റെ എല്ലാ വേദനയുടെയും ആ മുനയെ കൃപ പൊതിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടായി ഈ വേദന വെച്ചും ഞങ്ങൾ പാടുന്നത്, അതുകൊണ്ടായി കട്ടതയിലും പാടുന്നത്, നഷ്ടമതിലും കൊണ്ടാടുന്നത്, നിന്ന ധനമെന്ന് എണ്ണുന്നത്. കാരണം ഞങ്ങളുടെ മുള്ളിനെ കൃപ കൊണ്ട് പൊതിയുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹൃദയ സന്തോഷം എന്ന വീഞ്ഞ് ഒരു കാലഘട്ടത്തിൽ ഈ തുരുത്തിക്കകത്തുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടെങ്കിൽ അവൻ നമ്മെ പുകയത്ത് വെച്ചിരിക്കുക, മടക്കിയ സന്തോഷം തരാൻ വേണ്ടി. ഈ വേദനയ്ക്കൊക്കെ അങ്ങനെ മാർക്കിട്ടാട്ടെ കർത്താവേ. It's a time that he's going to encounter with me so that I can restore the joy of salvation. എന്നെ പുകയത്ത് വെച്ചിരിക്കുന്നത്, എന്നെ പ്രതിസന്ധിയിൽ കൂടെ കടത്തിവിടുന്നത് എന്നിൽ നിറഞ്ഞിരുന്ന ദൈവകൃപ മടക്കി വെക്കാനാ. 4ാമത് ഇതിനകത്ത് എന്തുണ്ടായിരുന്നു? 1 രാജ 17-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം നമുക്കറിയാമല്ലോ. ഇതും സരേഫാത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഏലിയാവിനോട് ആ വിധവ പറയുന്ന ഒരു പദമുണ്ട്. ഈ ഹല്ലേലൂയ, എന്റെ തുരുത്തിക്കകത്ത് ഒരു ശകേലം എണ്ണയുണ്ട്. പ്രൈസ് ദി ലോർഡ്. തുരുത്തിയിലെ എണ്ണയുണ്ടായിരുന്നു. There was a season. The oil was in the skin. ഈ എണ്ണ എന്താണെന്നാണ് 104-ാം സങ്കീർത്തനത്തിന്റെ
അല്ലെ 15-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം പറഞ്ഞു. ഒന്ന്, വീഞ്ഞ് ഹല്ലേലൂയ മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ്. 2, എണ്ണ എന്താണ്? അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും. അവന്റെ മുഖത്തെ മിനുക്കുന്ന എണ്ണ. ഒരു ദൈവവൈദ്യന്റെ മുഖപ്രകാശ രക്ഷയെന്ന് പറയുന്ന പ്രത്യാശ എണ്ണ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരിക്കലൊക്കെ ഉണ്ടായിരുന്നത് ഈ പ്രത്യാശയാണ്. നമ്മുടെ മുഖപ്രകാശ രക്ഷ എന്താണെന്നറിയണം. മുഖത്തെ മിനുക്കുന്ന കടയിൽ കിട്ടുന്ന ക്രീമെല്ലാം കൂടെ വാരി തേക്കുന്നതല്ല ഈ മുഖപ്രകാശ രക്ഷ. ഒരു ദൈവവൈദ്യന്റെ തേജസ് എന്ന് പറയുന്നത് പ്രത്യാശയാണ്. അതറിയണമെങ്കിൽ 42-ാം സങ്കീർത്തനം 43-ാം സങ്കീർത്തനം വായിച്ചാൽ മതി. തന്നെത്താൻ ചോദിക്കേ, എന്റെ ആത്മാവേ നീ എന്തിനാ, ഇനി പേര് പറഞ്ഞ് പിണങ്ങത്തില്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ പേര് പറയാം. എന്റെ കുഞ്ഞമ്മേ നീ എന്തിനാ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്നത്? എവിടാ കണ്ണാടി ചെന്ന് നമ്മൾ തന്നെ ചോദിക്കണം. എന്റെ സാറാമ്മേ, എന്റെ പെണ്ണമ്മേ, എന്റെ രേഷ്മേ, എന്റെ എല്ലിയ ജോയമ്മേ, കണ്ണാടി ചോദിച്ചാട്ട് നീ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? ഹല്ലേലൂയ ഹല്ലേലൂയ. എന്മനമേ നീ വീണ്ടും സ്വസ്ഥമായിട്ടിരുന്നാട്ട്, അവൻ തന്നെ നിന്റെ മുഖപ്രകാശ രക്ഷയും നിന്റെ ദൈവവുമെന്ന് ഇനിയും 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 2023 സെപ്റ്റംബർ 29 ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കും. എത്ര പേർക്ക് ആത്മാവിൽ കർത്താവിനെ സ്തുതിക്കാം? അവൻ എന്റെ മുഖപ്രകാശ രക്ഷ, എന്റെ വാടിയ മുഖം മാറ്റുന്ന, എന്റെ കോടിയ മുഖം മാറ്റുന്ന. He is the joy of my salvation. He is the hope of my glory. നമ്മുടെ പ്രത്യാശയ ദൈവമക്കളെ നമ്മുടെ മുഖത്തിന് ഇത്രയും അഴക് തന്നിരിക്കുന്നത്. നമ്മൾ എങ്ങോട്ട് പോകുന്നവരാണെന്ന് അറിയാവുന്നത് കൊണ്ടാ നമുക്ക് ഇത്ര സന്തോഷം. എന്ത് പ്രതിസന്ധി വന്നാലും ശരീരം ഇവിടെ മണ്ണിൽ വിട്ടിട്ട് പോകേണ്ടതല്ലേ, പക്ഷെ എന്നേ എന്റെ ഹൃദയവും എന്റെ മനസ്സും മേലി ഉറച്ചിരിക്കുന്നു. നിത്യരാജ്യ പ്രവേശനത്തിന് ധാരാളമായി ഓഹരി പ്രാപിച്ച വിശ്വാസ സമൂഹമേ, നമ്മുടെ മുഖപ്രകാശ രക്ഷ എനിക്ക് എന്റെ കർത്താവിനെ നേരിട്ട് കാണാം. ഹല്ലേലൂയ ഹല്ലേലൂയ. അപ്പൊ ഈ 4 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു വന്നത്. ഞാൻ വേഗം ആ ഭാഗത്തേക്ക് വന്നിട്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ഒന്ന് നിങ്ങളൊന്ന് പറഞ്ഞാട്ട് എന്തുണ്ടായിരുന്നു? ടൈം പോയോ? ഒന്നുകൂടെ തുടങ്ങിയാ എന്തുണ്ടായിരുന്നു? ഇതാ ഞങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഗുണം. ഒരു പ്രാവശ്യം പ്രസംഗിച്ച നിങ്ങൾ ഓർക്കത്തില്ല, അതുകൊണ്ട് ഇത് അടുത്ത പ്രാവശ്യം പ്രസംഗിക്കും, ഒരു കുഴപ്പമില്ല. അപ്പൊ എന്തായിരുന്നു? ജീവജലം, ആത്മാവിന്റെ നിറവുണ്ടായിരുന്നു. ദർ വാസ് എ സീസൺ. 2, എന്തുണ്ടായിരുന്നു? വചനം ഉണ്ടായിരുന്നു. 3, ഹൃദയ സന്തോഷം ഉണ്ടായിരുന്നു. 4, പ്രത്യാശ ഉണ്ടായിരുന്നു. മുഖപ്രകാശ രക്ഷയുണ്ടായിരുന്നു. ഇതിന്റെ അളവ് കുറഞ്ഞു. പണ്ട് 2 ലിറ്റർ കൊള്ളുമായിരുന്നു, ഇപ്പൊ 1 ആയാലും നിൽക്കും. പണ്ട് അല്ലല്ല 8:30 വരെ മീറ്റിംഗ് ഇരുന്നാലും ഒരു കുഴപ്പമില്ല. ഇപ്പൊ 8 മണിയാകുമ്പോൾ അസ്വസ്ഥത തുടങ്ങി. എന്താ കാരണം? വാച്ച് പൊക്കി കാണിക്കുന്നു, ബാഗിന്റെ സിപ്പിട്ട് കാണിക്കുന്നു, അച്ചായനെ എത്തി നോക്കുന്നു. എന്താ കാരണം? നമ്മുടെ ഈ തുരുത്തിക്കകത്ത് ഇപ്പം കൊള്ളത്തില്ല പഴയതുപോലെ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ 20 മിനിറ്റുള്ളിൽ പ്രസംഗം ദഹിക്കത്തില്ല. ഇപ്പൊ 2 പാട്ട് കൂടുതലായി കഴിഞ്ഞാൽ അസ്വസ്ഥമായി കഴിഞ്ഞു. കാരണം തുരുത്തി ചുരുങ്ങിപ്പോയി. അതിനായി പുകയത്ത് വെച്ചിരിക്കുന്നത്. പണ്ടത്തെ പോലൊരു നല്ല കാലം, പണ്ടത്തെ പോലൊരു നല്ല കാലം. പ്രായത്തിന് മങ്ങിക്കുവാൻ കഴിയാത്ത, സാഹചര്യത്തിന് മങ്ങിക്കുവാൻ കഴിയാത്ത, പ്രതിസന്ധിക്ക് മങ്ങിക്കുവാൻ കഴിയാത്ത പഴയ ഓജസ്സും പഴയ തേജസ്സും ആത്മീയ തീഷ്ണതയും മടക്കി തരുവാൻ. രാവിലെ ആരോ ഇവിടെ ഓർപ്പിച്ചല്ലോ അല്ലല്ല, 40-ാമത്തെ വയസ്സിൽ വാക്തത്വം എഴുതി കൈക്കിട്ട് പോക്കറ്റിൽ മടക്കി വെച്ചുകൊണ്ട് കനാനിലേക്ക് നടക്കുന്ന യാത്രയിൽ പലവട്ടം എടുത്ത് വായിച്ചു. 42-ാം വർഷം നടന്നില്ലല്ലോ. 43, 50, 58, 60 നടന്നില്ല. 85-ാമത്തെ വയസ്സിലും എഴുതി അക്ഷരം മങ്ങിയിട്ടുണ്ട്. പറഞ്ഞ ആളും അവിടെ ഇല്ല. പക്ഷെ കാലേബ് പറയുക, കൈയും കാലും ഒക്കെ തളരട്ടെ, മുഖം ചുക്കിച്ചുളങ്ങട്ടെ, പക്ഷെ ശ്വാസമുള്ളതിന്റെ കാരണം അറിയാവും. അല്ലല്ലേ, ഇത് വാക്തത്വം കാണാൻ വേണ്ടി. ഹല്ലേലൂയ. 2023 സെപ്റ്റംബർ 29 ഇവിടെ ഇരിക്കുന്നതിന്റെ കാരണം എന്തോ ഒരു വാക്തത്വം കൂടെ നിറവേറാനുണ്ട്. ഏതോ ഒരു വാക്തത്വം കൂടെ, ഏതോ ഒരു അനുഗ്രഹം കൂടെ, ഏതോ ഒരു ശുശ്രൂഷയുടെ അളവ് കൂടെ, ഏതോ ഒരു വാക്തത്വം കൂടെ എന്റെ ജനത്തിന് വേണ്ടി നിവർത്തിക്കാനുണ്ടെന്ന്. അതിനാ നിന്നെ ആയുസ്സോടെ വെച്ചത്. ഹോസ്പിറ്റലിൽ പോകാഞ്ഞിട്ടും കഴിക്കുന്ന മെഡിസിന്റെ അളവ് കുറഞ്ഞിട്ടുമല്ല, വെന്റിലേറ്ററിൽ കയറിയിട്ടും നീ പുറത്തു വന്നതിന്റെ കാരണം, അല്ലെ സർജറി കഴിഞ്ഞിട്ടും അല്ലെ കുഞ്ഞെ നീ പുറത്തു വന്നതിന്റെ കാരണം, അല്ലെ കാലേബിനോട് ചേർന്ന് പറയുന്നു, അതിനാ എന്നെ ആയുസോടെ വെച്ചിരിക്കുന്നത്. ഇന്ന് രാത്രി പറഞ്ഞാട്ട, അതിനാ എന്നെ ആയുസോടെ വെച്ചത്. അതിനാ തമ്പുരാൻ പറഞ്ഞത് കാണാനാ. ഒരാത്മാവിനെ കൂടെ, ഒരു ശുശ്രൂഷ കൂടെ, ഒരു പാട്ടൂടെ പാടാൻ, ഒരു അഭിഷേകം കൂടെ നേടിയെടുക്കുവാൻ അതിനാ എന്നെ ആയുസോടെ വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉടമന രകന ബലക്ഷണ ദഗന ഹസ്യാരഗനെ അർമനെ രഗാരബരം ദരെ
ജീസസ്. ഹല്ലേലൂയ. റീബല വൈശബലം ധരേദഗന ഉഡാനമനവ സന്ദരാദഗനക്ഷരാദഗന. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജനത്തെ ചലിപ്പിക്കട്ടെ. അടഞ്ഞ ആദരങ്ങൾ തുറക്കട്ടെ, അടഞ്ഞ കണ്ണുകൾ തുറക്കട്ടെ. മങ്ങിയ ദർശനങ്ങൾ, മങ്ങിയ പ്രവചനങ്ങൾ, ഇരുന്നുപോയ കാലഘട്ടങ്ങൾ ഇന്ന് രാത്രി മടങ്ങി വരട്ടെ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാ ഹല്ലേലൂയ തുരുത്തി ഇങ്ങനെ ആയതെന്നോട് അറിയണ്ടേ? രണ്ട് കാര്യം പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. തുരുത്തി ഇങ്ങനെ ആയതിന് രണ്ട് കാരണങ്ങളാ. ഇതെല്ലാം നിറവുണ്ടായിരുന്നു, വചനമുണ്ടായിരുന്നു, ജീവജലമുണ്ടായിരുന്നു, ഹല്ലേലൂയ, സന്തോഷമുണ്ടായിരുന്നു, സമാധാനം, സ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്താ ഇങ്ങനെ? ആരുടെയും കുഴപ്പമൊന്നുമല്ല. രണ്ട് കാരണങ്ങളാ, പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങൾ. ഒന്ന്, യോശുവയുടെ പുസ്തകം 9-ാം അധ്യായം 13-ാം വാക്യം. യോശുവ 9:13. ഈ വാക്യങ്ങളൊക്കെ പിന്നീട് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ധ്യാനിച്ചാൽ നിങ്ങൾക്ക് ഇതിന്റെ അർത്ഥം മനസ്സിലാകും. വേഗം പറയട്ടെ. യോശുവ 9:13. ഞങ്ങൾ വീഞ്ഞു നിറച്ചു കൊണ്ടുപോകുന്ന ഈ തുരുത്തികൾ പുത്തനായിരുന്നു, ഇപ്പോൾ ഇതാ അവ കീറിയിരിക്കുന്നു. എന്താ കാരണം എന്നറിയാമോ? സ്തോത്രം. ഇത് നമ്മുടെ ഒരു കോണ്ടക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ലെങ്കിലും ഞാൻ തുരുത്തി എന്നുള്ള പദം എടുക്കാൻ വേണ്ടി സാധാരണ ഒരു പ്രസംഗ ശൈലി എടുക്കുന്നതല്ല, എന്നാൽ ഇതുമായിട്ട് കണക്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഗിബിയോൻ നിവാസികൾ ഒരു പ്രിട്ടൻഡ് ചെയ്തെന്നാണ്, അല്ലല്ലേ, യോശുവയുടെ നേതൃത്വത്തിൽ അല്ലല്ല ആയിയും എരിഹോവും ഒക്കെ കീഴടക്കിയത് അറിഞ്ഞ് പേടിച്ച കനാനിലെ നിവാസികള് അവരിപ്പോൾ യോശുവയുടെ മുമ്പിൽ നന്നായി ഇരിക്കാൻ വേണ്ടി അവർ അഭിനയിക്കുന്ന ഒരു കാര്യം തന്നെയാണിത്. പക്ഷെ അവർ പറയുന്ന ഒരു പദമാണ് ഞാൻ ഈ പറഞ്ഞത്. അവർ കുറെ കീറിയ തുരുത്തിയും കീറിയ ചെരുപ്പും വസ്ത്രവും ഇട്ടുകൊണ്ട് വന്ന് പറയുകയാണ്, ഈ തുരുത്തികൾ ഒരു സമയത്ത് പുതിയതായിരുന്നു, എന്നാൽ ഒരു പദം, ദീർഘയാത്ര നിമിത്തം, വിശ്വാസ ജീവിതത്തിന്റെ ദൈർഘ്യം കൂടിയപ്പോൾ നമ്മുടെ തുരുത്തികൾ പഴയതായിപ്പോയി. കണ്ടും കേട്ടും അനുഭവിച്ച യാത്രയിലെ കൊടും ശൈത്യങ്ങളും ചൂടുകളും കടന്നു വന്ന വഴികളിലെ മുള്ളുകളും പാതകളും അനുഭവിച്ച വേദനകളും നിമിത്തമാണ് ഞാൻ ഈ പറഞ്ഞ നേരത്തെ 4 കാര്യങ്ങൾ പലതിലും അളവ് കുറഞ്ഞത്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. കുടുംബഭാരം തലയിൽ വന്നപ്പോൾ, ശുശ്രൂഷഭാരം കടന്നു വന്നപ്പോൾ, കേട്ട കുത്തുവാക്കുകളും ഒളിയമ്പുകളും ഒറ്റിക്കൊടുത്തതും ഒറ്റപ്പെടുത്തതുമൊക്കെ കടന്നു വന്നപ്പോൾ ദീർഘയാത്ര നിമിത്തം തുരുത്തി പഴയതായിപ്പോയി. ദീർഘയാത്ര നിമിത്തം തുരുത്തി പഴയതായിപ്പോയി. രണ്ടാമത്തെ കാരണം, പ്രൈസ് ദി ലോർഡ്, ഇയ്യോബിന്റെ പുസ്തകം 32-ാം അധ്യായം അതിന്റെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ് പറഞ്ഞിട്ട് ഞാൻ വായിക്കാം. അല്ലെ, ഇയ്യോബിന്റെ 3 സ്നേഹിതന്മാരാണ് ABC എന്ന് പറയുന്ന എലിഫാസ്, ബിൽദാദ്, സോഫാർ. അവരുടെ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ കൂടെ വന്നിരുന്നു. ചേട്ടന്മാരൊക്കെ പറയുന്നത് കൊണ്ട് പുള്ളി പറഞ്ഞു, ഞാൻ കൊച്ചു ചെറുക്കനല്ലേ, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടുന്നില്ലെന്ന് പറഞ്ഞു. പക്വതയ്ക്ക് പ്രായം ഒന്നും വിഷയമല്ല കേട്ടോ. 80 വയസ്സുള്ളവരും അപക്വമായി പെരുമാറാം, 5 വയസ്സുള്ള കുഞ്ഞിനും പക്വത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവരെല്ലാം മൊഴികൾ മുട്ടിക്കഴിഞ്ഞപ്പോൾ ഈ എലീഹു എന്ന് പറഞ്ഞ 4-ാമൻ പറയുന്ന മറുപടിയാണ്. അവൻ പറയുകയാണ്, എന്താണ് പറഞ്ഞത്? ഞാൻ വാക്കുകളും പറയാനുള്ള വിഷയങ്ങൾ ഹൃദയത്തിനകത്ത് കടന്നിങ്ങനെ തിങ്ങിയിരിക്കുകയാണ്. എന്റെ ഉള്ളിലെ ആത്മാവിനെ നിർബന്ധിക്കുന്നു, എന്റെ ഉള്ളം അടച്ചുവെച്ച വീഞ്ഞു പോലെ ഇരിക്കുന്നു. എന്റെ ഉള്ളം അടച്ചുവെച്ച വീഞ്ഞു പോലെ ഇരിക്കുന്നു, അത് പുതിയ തുരുത്തികൾ പോലെ പൊട്ടാറായിരിക്കുക. എന്താ? പലതും പറയാൻ പറ്റിയില്ല, അതിനെ കൊണ്ട് പൊട്ടാറായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ അങ്ങനെ പറഞ്ഞപ്പോ 2 പറയണമെന്നുണ്ടായിരുന്നു. ഉള്ളിലിങ്ങനെ സ്തോത്രം, ഉള്ളിലിങ്ങനെ മൊഴികൾ തിങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഉരിയാടാതെ ഊമനായിരിക്കുന്ന കാലഘട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. 39-ാം സങ്കീർത്തനം പറയുന്ന പോലെ നന്മയെ ലക്ഷ്യമാക്കാതെ ഗണ്യമാക്കാതെ ഉരിയാടാതെ ഊമനായിരുന്നു. സങ്കടമാകത്ത്, അയ്യോ ഞാനത് പറഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് ന്യായീകരിക്കാമായിരുന്നു, വേണമെങ്കിൽ പറഞ്ഞ് പഠിപ്പിക്കാമായിരുന്നു, വേണമെങ്കിൽ എനിക്ക് ന്യായം കിട്ടിപ്പോയനെ. പക്ഷേ രോമം കത്രിക്കുന്നവരിൽ മിണ്ടാതിരുന്ന കുഞ്ഞാടായ എന്റെ ക്രിസ്തുവിന്റെ മാതൃകയാണ് നമ്മുടെ മാതൃക. അങ്ങനെ ഉള്ളിലെ വിചാരം നിമിത്തം, പറയുവാൻ പറ്റാത്ത നിമിത്തം, മൊഴികൾ തിങ്ങിയപ്പോൾ, ആവശ്യങ്ങളുടെ മുമ്പാകെ അതരം അടഞ്ഞു പോയത് നിമിത്തം ഇന്ന് ഈ തുരുത്തി പൊട്ടാറായിരിക്കുന്നു. ചിന്താഭാരങ്ങൾ അകത്ത് കയറിയിട്ട് സഭയിൽ എഴുന്നിട്ട് സാക്ഷ്യം പറയാൻ പറ്റുമോ? സാക്ഷ്യം പറഞ്ഞാൽ അത് 500 നോട്ടീസ് അടിച്ചതിന് തുല്യമാണ്. അതുകൊണ്ട് സാക്ഷ്യം പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞ കണക്ക് ശത്രുവിന്റെ ആരവ നിമിത്തവും ദുഷ്ടന്റെ പീഡ നിമിത്തവും ഞാൻ എന്റെ സങ്കടത്തിൽ പൊറുതിയില്ലാതെ ഞരങ്ങുന്നു. വാ തുറന്ന് പറഞ്ഞാൽ നാട്ടുകാർ കൊത്തിക്കൊണ്ടുപോകും, അകത്ത് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് വരും. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴാ തുരുത്തി പൊട്ടാറാകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നമുക്കൊരു എൻകൗണ്ടർ വേണം. അതിനല്ലേ ഇനി ഞാൻ അവസാനിപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്ന സമയങ്ങളാണ്. അല്ല, ഇതിനെന്താ ചെയ്യേണ്ടത്? തമ്പുരാൻ കണ്ടുപിടിച്ച 2 വഴികളുണ്ട്. ഒന്ന്, കുശവനെ പോലെ, ഇരമിയാവ് 18:1-6 വരെ വായിക്കണ്ട. കുശവനെ പോലെ അല്ലെ പൊട്ടിപ്പോയ പാത്രത്തെ വീണ്ടും ചക്രത്തെ തിരിക്കുക. ഹല്ലേലൂയ. 2, അല്ലെ സങ്കീർത്തനം 66:10-12 വരെ വായിക്കുന്ന പോലെ, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ ഹല്ലേലൂയ ഊതിക്കഴിച്ചിരിക്കുന്നു, വെള്ളി ഊതിക്കഴിക്കുന്നത് പോലെ, തട്ടാനെ പോലെ ഞാൻ നിങ്ങളെ ഊതിക്കഴിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.
ഇതൊന്നും പിശാച് കൊണ്ടുവന്നതല്ലെന്ന് ആ 4 കാര്യം പറയുന്നത്. എന്തൊക്കെയാണെന്നറിയാമോ? സ്തോത്രം ഹല്ലേലൂയ. 4 കാര്യം പറയുകയാണ്. നീ ഞങ്ങളെ വെള്ളി ഊതി കഴിക്കുന്ന പോലെ ഊതി കഴിച്ചിരിക്കുന്നു. എന്തൊക്കെയാ അവിടെ ചെയ്യുന്നറിയാമോ? നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി. ആ വാക്യം അങ്ങനല്ലേ? നീ ഞങ്ങളെ ഇതല്ലാതെ പോരും പോരാട്ടമൊന്നുമല്ല, ശാസിച്ചാലൊന്നും പോത്തില്ല, തമ്പുരാൻ പിടിച്ച് കെട്ടിയിട്ടേക്കുക. നീ ഞങ്ങളെ വലയിൽ അകപ്പെടുത്തി. 139 സംഗീതം. മുൻപും പിൻപും അടച്ച് ഒന്ന് തൊടാൻ വേണ്ടിയാണെന്ന്. അയ്യോ, 1 ഡ്യൂട്ടി, 2 ഡ്യൂട്ടി, 3 ഡ്യൂട്ടി, 4 ഡ്യൂട്ടി കിട്ടിയാൽ ഒന്നും കൂടെ ഡ്യൂട്ടി. അങ്ങനെ പിടികിട്ടാ പുള്ളിയായി നിങ്ങൾ ഓടിയത് കൊണ്ട് ഞാൻ മുമ്പും അടച്ചു പിമ്പും അടച്ചു. എന്തിനാ? കൈ ഒന്ന് തൊടാൻ വേണ്ടി. ദൈവത്തിന്റെ സ്പർശനം തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം. ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു. അവിടെ നിന്നുകൊണ്ട് വിളിച്ചു ചോദിച്ചു, നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? ഹല്ലേലൂയ. മനുഷ്യനെ കല്ലി നീ എന്നെ വലയിൽ അകപ്പെടുത്തി കുടുക്കിയിരിക്കുന്നു. പിന്നെ അടുത്ത എന്താ? മുതുകത്ത് വലിയൊരു. രാവിലെ 6 മണിക്ക് എഴുന്നേറ്റ വൈകിട്ട് 6 മണി വരെ ഭാരത്തിന്റെ പുറത്ത് ഭാരമാണ്. അച്ചായന്റെ ഭാരം, അമ്മാമ്മയുടെ ഭാരം, പിള്ളേരുടെ ഭാരം, എന്ത് ഭാരം അതിന്റെ കൂട്ടത്തിലാണ് ഈ മുതുകത്ത്. അത് ആര് വെച്ച ഭാരമാ? തല പൊക്കാൻ പറ്റുന്നു. മുതുകത്ത് ഭാരം വെച്ചിട്ട് ആരെങ്കിലും തല പൊക്കിയിട്ടുണ്ടോ? ഈ നിന്നയെല്ലാം ദൈവത്തിന്റെ കയ്യൊപ്പുള്ള നിന്നയാണ്. ഹല്ലേലൂയ. കർത്താവ് കുഴയ്ക്കാത്ത ഒരു ചേറും എരിഹോവിലെ കുരുടന്റെ കണ്ണി വന്നിട്ടില്ല. ഇന്ന് രാത്രി നിന്റെ നിന്നയും നിന്റെ അപമാനത്തിന്റെയും പിന്നിൽ ദൈവത്തിന്റെ വിരലുണ്ടെന്നറിഞ്ഞാൽ നാം അറിയാതെ ദൈവത്തെ സ്തുതിക്കും. ഹല്ലേലൂയ. നീ ഞങ്ങളെ ഹല്ലേലൂയ മുതുകത്ത് ഭാരം വെച്ചു പലപ്പോഴും തീയിലും വെള്ളത്തിലും കൂടെ കടക്കുമാറാക്കി. ഒരു ദിവസം ചൂടാണെങ്കിൽ വേറെ ദിവസം തണുപ്പ്, ഒരു ദിവസം ചിരിയാണെങ്കിൽ മറ്റേ ദിവസം വീർപ്പിച്ച മുഖം. ഇതൊക്കെ ഉണ്ടെന്നേ. പിന്നെ അടുത്തൊരു രസമുണ്ട്. നീ മനുഷ്യരെ ഞങ്ങളുടെ തലയിൽ കൂടെ കയറി വഴിയെ പോകുന്നവരെല്ലാം നമ്മളെയാ ടാർഗറ്റ് ചെയ്യുന്നത്. നീ മനുഷ്യരെ ഞങ്ങളുടെ തലയിൽ കൂടെ കയറി എല്ലാറ്റിലും നമ്മളെ എങ്കിലും ഇനി പുസ്തകം മടക്കിക്കോ. എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കും. നാളെ ഉച്ചയ്ക്ക് കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ ഈ ആത്മീയ സമൃദ്ധിയോടെ മടങ്ങണം. നഷ്ടപ്പെട്ട എണ്ണ വീണ്ടും തിരികെ പ്രാപിക്കണം. നഷ്ടപ്പെട്ട വീഞ്ഞ്, പുതുവീഞ്ഞ് വീണ്ടും തിരികെ പ്രാപിക്കണം. നഷ്ടപ്പെട്ട വചനം വീണ്ടും തിരികെ പ്രാപിക്കണം. നഷ്ടപ്പെട്ട ഹല്ലേലൂയ ജീവജലത്തിന്റെ ഉറവകൾ വീണ്ടും പൊട്ടിപ്പുറപ്പെടുന്ന തുരുത്തികളായി മാറണം. അതിനാ ഈ എൻകൗണ്ടർ.